Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നമ്മള് കഴിഞ്ഞ ക്ലാസ് നോക്കിയായിരുന്നു വായിച്ച് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. വായിച്ച് നോക്കിയായിരുന്നോ? വായിച്ചു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ഓക്കെയാണോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാം. നമ്മള് എവിടെ വരെയാ പറഞ്ഞു നിർത്തിയത്? പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അത് കഴിഞ്ഞില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? അല്ലേ? കംപ്ലീറ്റ് അല്ലേ? നമുക്കറിയാം, അതായത് പേഷ്യന്റിനെ സാറ്റിസ്ഫൈ ചെയ്ത് അല്ലെ, അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ നോക്കിയാൽ മാത്രമാണ് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് നിന്ന് അല്ലെ, ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടുപോകാതിരിക്കുകയുള്ളൂ. പുതിയ പേഷ്യൻസിലേക്ക് അവര് റെക്കമെൻഡേഷനിൽ നമ്മുടെ ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുവരുള്ളൂ അല്ലെ. അപ്പൊ അതുമായി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് വരികയാണെങ്കിൽ എന്താണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്? ടു നോ വൈഫഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്. എന്താണ് ആംഗ്രി പേഷ്യൻസിനെയും അല്ലെ കൈകാര്യം ചെയ്യുന്നു അല്ലെ. അവിടെ ദേഷ്യക്കാരായ രോഗികളെയൊക്കെ അറിഞ്ഞിരിക്കണം. അവരെയും കൈകാര്യം ചെയ്യേണ്ട ഒരു വശം നല്ല രീതിയിൽ കൈകാര്യം ചെയ്താൽ മാത്രമാണ് അവരും ഹോസ്പിറ്റലിൽ അല്ലെ. ഇപ്പൊ നമുക്കറിയാം, ഹോസ്പിറ്റലിൽ വരുന്നവരെപ്പോഴും അൺവെല്ലായിരിക്കും അല്ലെ. അവരെപ്പോഴും പേഷ്യന്റ് എന്താണ് ഭയങ്കര ആൻസൈറ്റി ഉണ്ടാവും, ജിജ്ഞാസയുള്ളവരെ പോലെ തന്നെ, അതേമാതിരി തന്നെ വേദനയൊക്കെ ആയിട്ട് ഭയങ്കര പെയിനൊക്കെ ആയിട്ട് ദേഷ്യപ്പെടുന്നവരൊക്കെ ആയിരിക്കും. അസുഖങ്ങൾ എന്ന് വരുമ്പോൾ നമുക്കറിയാം, ചിലര് നോർമലി വലിയ പ്രശ്നമില്ലാത്തവരായിരിക്കും, പക്ഷെ ഈ അസുഖങ്ങളുടെ കാഠിന്യത്താൽ തന്നെ ചിലപ്പോൾ അവർ വയലൻസ് കാണിക്കും അല്ലെ. അപ്പോ അങ്ങനെ അല്ലെങ്കിൽ ദേഷ്യമൊക്കെ പ്രകടമാക്കുന്ന വ്യക്തികളൊക്കെ ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അവരെ കൈകാര്യം ചെയ്യേണ്ടതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ആ ഒരു പോയിന്റിലേക്ക് നോക്കാം. അങ്ങനെ ഉണ്ടാവില്ലേ? ആക്ച്വലി അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ അല്ലെ? പൊതുവെ നഴ്സുമാർക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇവരെ കൈകാര്യം ചെയ്യുക എന്നുള്ളത് അല്ലെ. അങ്ങനെയുള്ള ഒരു ഇമോഷൻ അവരെ ഒരു വൈകാരികമായിട്ടുള്ള സമയങ്ങളിലെല്ലാം തന്നെ അവരുമായിട്ട് പൊരുത്തപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള രോഗികൾ അല്ലെ വിട്ടുപോകാനായിട്ട് സാധ്യതയില്ല. തീർച്ചയായിട്ടും നമുക്കറിയാം, എത്ര ബുദ്ധിമുട്ടാണെങ്കിൽ അല്ലെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ പറയും എന്താണ് നഴ്സുമാരുടെ കാരുണ്യം കൊണ്ടൊക്കെ എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അവരുടെ ആ ഒരു നല്ല ഇടപെടൽ കൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. To know whether and angry patients. Every hospital meets a situation where they should deal with the angry patients. എല്ലാ ഹോസ്പിറ്റലുകാർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാം അല്ലെ. ദേഷ്യമുള്ള പേഷ്യൻസുകളെ അവരെ കൈകാര്യം ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എന്തായാലും എല്ലാ പേഷ്യൻസിനും ഉണ്ടാകാം. It's a challenging task to cope with such a patient, and especially when they exhibit their frustration on hospital. നമുക്കറിയാം, ഇത്രയും പേഷ്യൻസ് അല്ലെ, ഇത്രയും പേഷ്യൻസിനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ്. കാരണം അവരുടെ അല്ലെ അവര് എന്താണ് നിരാശാജനകമായ ചിലപ്പോ വ്യക്തികളൊക്കെ ആയിരിക്കും. ചിലപ്പോ ഹോസ്പിറ്റലിൽ വരുന്ന മെഡിസിൻസ് അല്ലെങ്കിൽ അവര് പറയുന്ന മാതിരി തന്നെ എല്ലാത്തിനോടും സഹകരിക്കാനായിട്ട് വരുന്ന അല്ലെ, സഹകരിക്കാനായിട്ട് താല്പര്യമില്ലാത്തവരും ഉണ്ടാകാം. ദേഷ്യപ്പെടുന്നവര് മാത്രമല്ല, നിരാശ ആയവരും ഉണ്ടാവാം അല്ലെ. നമുക്ക് എന്താണ് രോഗത്തിന് മാറുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയായ രോഗികളും ഉണ്ടാവില്ലേ? ഓക്കെ, ഡിപ്രഷനൊക്കെ മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ നമുക്കറിയാം അവർക്ക് എല്ലാം കൊണ്ടും അല്ലെ ചിലപ്പോ ഒന്നിനോടും ഒന്ന് പൊരുത്തപ്പെടാൻ പറ്റാത്ത രോഗികൾ ഉണ്ടാവാം. Patients can be upset because of various reasons such as delay in appointments, long patient wait times, wrong diagnosis and treatment, absence of quality care and a lot of more. അതായത് ഇങ്ങനെ എന്താ പറയുക, മെഡിസിനോട് മാത്രം പൊരുത്തപ്പെടുന്നത് മാത്രമല്ല, അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ഫെസിലിറ്റീസിനോടും
ചിലപ്പോ പൊരുത്തപ്പെടാത്തവരുണ്ടാകും. അപ്പൊ നമ്മള് അവരെ എല്ലാവരെയും നമ്മളിപ്പോ അല്ലെ ഫ്രണ്ട് ഓഫീസൊക്കെ പഠിക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അവരെയൊക്കെ അങ്ങനെ അപ്സെറ്റ് മൈൻഡ് ആയിട്ടുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് എന്താണ് പ്രത്യേക കഴിവ് അല്ലെ, പ്രത്യേകമായിട്ടുള്ള നോളജ് വേണം. ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ടുള്ള പ്രത്യേകം കഴിവൊക്കെ വേണം. അപ്പൊ പൊതുവെ നമുക്കറിയാം വ്യത്യസ്ത തരത്തില് പേഷ്യൻസുകളൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ആംഗ്രി അല്ലെ ദേഷ്യം പ്രകടമാക്കാറുണ്ട്. അത് ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പേഷ്യൻസ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് സച്ച് ആസ് ഡിലേ ഇൻ അപ്പോയിന്റ്മെന്റ്സ്. അപ്പോയിന്റ്മെന്റുകളുടെ ഡിലേ ആവുകയാണെങ്കിൽ ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈം, ഒരുപാട് ടൈം ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട അവസ്ഥകള്, റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്നല്ല തന്നെ എന്താണ് രോഗനിർണയവും ട്രീറ്റ്മെന്റ് ഒക്കെ തെറ്റായിട്ട് വരികയാണെങ്കിലൊക്കെ ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ, നമുക്കറിയാം ഗുണപരമായിട്ടുള്ള ശുശ്രൂഷ ലഭ്യമായില്ലെങ്കിൽ അതിന്റെ ലോട്ട് മോർ. അതായത് ചിലതൊക്കെ ന്യായമുള്ള കാര്യമാണ് അല്ലെ, എന്നാലും കുറെ പൈസ ചിലവാക്കി നമ്മളെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ശരിയാക്കി വരുമ്പോൾ അതൊക്കെ റോങ് ആയിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ അതിന് എന്തായാലും പേഷ്യൻസ് തീർച്ചയായിട്ടും പ്രതികരിക്കും. അത് ശരിയായ വശം തന്നെയാണ് അല്ലേ, ആണോ? ഉണ്ടാവുകയും ഓക്കെ. അല്ലാതെ നമ്മൾ ചില കാര്യങ്ങളുണ്ട് അല്ലെ, ചില കാര്യങ്ങളിലൊക്കെ വയലൻസ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടെങ്കിൽ ചിലപ്പോ അവരായിട്ടൊരു നല്ല ഡീലിംഗിൽ അല്ലെ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. ആൻഡ് ഇഫ് ഹോസ്പിറ്റൽ ഡു നോട്ട് അഡ്രസ് ദിയർ ഇഷ്യൂസ് ദേ മൈറ്റ് ഈവൻ ഫേസ് ലീഗൽ ത്രെറ്റ്സ് ഫ്രം എ പേഷ്യൻസ്. ഓക്കെ, അവര് ശരിയായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ മാതിരി ഡയഗ്നോസിസ് ഒക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസ് അല്ലെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് അവര് റിയാക്ട് ചെയ്തില്ല എങ്കിൽ ദേ മൈറ്റ് ഈവൻ ഫേസ് ലീഗൽ ത്രെറ്റ്സ് ഫ്രം പേഷ്യൻസ്. പേഷ്യൻസിൽ നിന്ന് നിയമ നടപടികളെയും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ശരിയല്ലേ? യാഥാർത്ഥ്യ വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറഞ്ഞൊതുക്കി തീർക്കാനായിട്ട് ഹോസ്പിറ്റൽ ആ ഫെസിലിറ്റി അതായത് അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്താലൊക്കെ മതിയാകും. ചിലപ്പോൾ അവരുടെ ഹ്യൂമൻ ബിഹേവിയറിനനുസരിച്ച് പൊരുത്തപ്പെട്ട് പോയാൽ മതി. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ റോങ് ആണെങ്കിൽ ചിലപ്പോൾ നിയമ നടപടികളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഹോസ്പിറ്റൽസ് cannot disregard such situations, so it's better to learn how to cope with the patients. അപ്പൊ നമ്മൾക്ക് ഒരിക്കലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒഴിവാക്കാനൊന്നും സാധിക്കില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ എന്താണ് ഓരോ പേഷ്യൻസിനോടും എങ്ങനെയാണ് അല്ലെ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോകേണ്ടതുണ്ട്. ആസ് എ കെയർ പ്രൊവൈഡർ ഹോസ്പിറ്റൽ നീഡ് ടു realize the warning sign and to control the situation before it gets worsened. അതായത് നമ്മൾ മനസ്സിലാക്കിയോടത്തോളം എന്താണ് എന്തെങ്കിലും ഒരു പ്രോബ്ലം അത് ഇത്രയും കൂടി വഷളാവത്തക്ക വിധത്തിലാവാതെ അല്ലെ, വേഴ്സണഡ് എന്ന് പറഞ്ഞാൽ വഷളായി പോവുക അല്ലെ, നമ്മള് അത് ഇച്ചിരി കൂടി ഡീപ്പായിട്ടുള്ള വഷളായ സിറ്റുവേഷനിൽ എത്തിപ്പെടാത്തതിന് മുമ്പ് തന്നെ അല്ലെ എന്തെങ്കിലും എന്താണ് ഇങ്ങനെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ ചെറിയ ചെറിയ മാറ്റേഴ്സ് ഒക്കെ ഫീൽ ചെയ്യുമ്പോൾ തന്നെ അത് കൈകാര്യം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാര് ശ്രമിക്കേണ്ടതുണ്ട്. ആൻഡ് നീഡ് ടു ക്രിയേറ്റ് എ ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഫോളോ ദം ഹാൻഡ്ലി ആംഗ്രി പേഷ്യൻസ്. അപ്പൊ നമ്മൾക്കറിയാം ഈ ആംഗ്രി പേഷ്യൻസ് ഒക്കെ അല്ലെ അവര് കൈകാര്യം ചെയ്യുക പോപ്പുലറായ രോഗികളെ കൈകാര്യം ചെയ്യുന്നത് മികച്ച രീതിയിൽ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവലംബിക്കാം. അത് മാത്രമല്ല ചില സിറ്റുവേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെ എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി ആ സിഗ്നൽ കേസ് എന്താണ് പേഷ്യൻസുകൾ പ്രതികരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കാണാനായിട്ട് ഹോസ്പിറ്റലിലെ വ്യക്തികൾക്ക് മനസ്സിലാവും അല്ലെ. നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അതിന് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടാവും എന്നുള്ളൊരു മുൻകരുതലുണ്ടാവും. അപ്പൊ അതിന് എന്താണ് ചില സൊല്യൂഷൻസ് ആ പരിഹാരത്തിന് നേരത്തെ കൂട്ടി ചിലപ്പോൾ ചിലർക്ക് സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു ലേൺ ഹൗ ടു കോപ്പ് വിത്ത് പേഷ്യൻസ് ആസ് എ കെയർ പ്രൊവൈഡർ. Hospital need to realize the warning sign and to control the situation before it get worsened. അതായത് പ്രോബ്ലം വഷളായി പോകുന്നതിന് മുമ്പ് തന്നെ സിഗ്നല് കാണിക്കുന്നുണ്ട് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മുൻകരുതൽ നടപടികളെല്ലാം സ്വീകരിക്കണം എന്നത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്ന് സ്വീകരിക്കണം. I need to create best practices and follow them to handle angry patients. ആംഗ്രി പേഷ്യൻസിനെ ആണെങ്കിൽ അവരെ അല്ലെ കോപ്പാകുലരായ രോഗികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിന് മികച്ച രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കുകയും അത് പിന്തുടരാനൊക്കെ ആയിട്ട് ശ്രമിക്കുക അല്ലെ. ചിലർക്കൊക്കെ ചിലപ്പോ നേരത്തെ പറഞ്ഞ മാതിരി മെഡിസിന്റെ എഫക്ട് കൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെയൊക്കെയുള്ള രോഗികളെ ആണെങ്കിൽ
അതേതെങ്കിലും അല്ലെ സിമ്പത്തറ്റിക് ആയിട്ടുള്ള രീതികളൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അവരൊക്കെ ആയിട്ട് ഒരു ആശ്വാസമായിട്ടുള്ള അല്ലെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ ഡിസ്കസ് ഒക്കെ ചെയ്തിട്ട് അവരെ കൈകാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതെല്ലാം ചില കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വെയിറ്റ് ടൈം കൂട്ടുകയും അപ്പോയിന്റ്മെന്റ്സ് അല്ലെ ഡിലേക്ക് ആക്കുകയാണെങ്കിൽ നമുക്കറിയാം ചിലപ്പോൾ ഇടയാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ടെങ്കിൽ അതിന് വേറെ നടപടികൾ അല്ലെ ഇനീഷ്യേറ്റീവ് ആയിട്ടുള്ള വേറെ നടപടികളൊക്കെ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? ഞാനിതിന്റെ ഒരു രീതിയുണ്ട്, അതായത് കാർഡിയോവാസ്കുലറായ രോഗികളെ കൈകാര്യം ചെയ്യുന്നതിന് എങ്ങനെയാണ് ചെയ്യുന്നതിനൊക്കെയുള്ള കുറച്ച് സ്റ്റെപ്സുകളാണ്. എന്താണ് ഇംപ്ലിമെന്റിങ് സ്ട്രാറ്റജീസ് ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്. ആംഗ്രി പേഷ്യൻസിനെ തന്ത്രപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന നിലപാടുകളാണ് ഇവിടെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പറയുന്നത്? അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈൻസ് ഫാമിലി. അതായത് ശാന്തമായിട്ട് തന്നെ രോഗികള് എന്താണെന്ന് പറയുന്നത് അത് കേൾക്കാനായിട്ട് ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും എന്തെങ്കിലും അല്ലെ അവർ പറഞ്ഞോട്ടെ, അവര് ദേഷ്യപ്പെടുന്ന വ്യക്തികളാണ് എന്നോർത്തും കൊണ്ട് മൈൻഡ് ചെയ്യാതെ ഇരിക്കരുത്, അവരെ ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. സ്റ്റെപ്പ് 2 എന്താ പറയുന്നത്? ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. എന്താണ് അതിന്റെ ശരിയായ പ്രോബ്ലം അല്ലെ ഒരു പ്രോബ്ലം അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആ ഒരു ദേഷ്യപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട മൂല കാരണം എന്താണ് അല്ലെ അത് പെട്ടെന്ന് തന്നെ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. then avoid being defensive and respond with empathy. ഇപ്പൊ പ്രതികരിക്കാനായിട്ട് വരുന്നല്ലേ എന്തെങ്കിലുമൊക്കെ നടപടികൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കുക, ഒപ്പം തന്നെ റെസ്പോണ്ട് വിത്ത് എമ്പതി അല്ലെ അവരുടെ തർക്കത്തിന് മുതിർന്നു പോകാത്തതിന് മുമ്പ് തന്നെ വളരെ എമ്പതി തന്നെ ശാന്തമായി തന്നെ അവരെ സമാധാനിപ്പിക്കുന്ന രീതിയിലൊക്കെ തന്നെ അവരോട് മറുപടി പറയുക, അതായത് കോപ്പറേറ്റ് ചെയ്യുക അല്ലെ. then make എന്താ പറയുക next step, make the patients feel that their concerns are taken seriously. ഓക്കെ, നമ്മൾ ഒരു പ്രത്യേക കാര്യം നമ്മളിപ്പോ ദേഷ്യപ്പെട്ടാണെങ്കിലും നമ്മളെ കേൾക്കാനായിട്ട് അല്ലെ നമ്മളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ അവര് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ, അങ്ങനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വ്യവസ്ഥയിലേക്ക് എത്തിപ്പെടുക. അപ്പൊ തീർച്ചയായിട്ടും അവരും ഒന്ന് സമാധാനപ്പെടും അല്ലെ, ഒരു കാമായിട്ടുള്ള അറ്റ്മോസ്ഫിയറിലേക്ക് വരും. then communicate clearly about what you can do about the situation. ഓക്കെ, നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ് അല്ലെ നമ്മൾ തീർച്ചയായിട്ടും ആശയവിനിമയം നടത്തി തന്നെ എന്താണ് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. എന്തായാലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ചിലപ്പോൾ പെട്ടെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ പക്ഷെ വളരെ ശാന്തമായിട്ട് തന്നെ നല്ല ആശയവിനിമയം നടത്തി തന്നെ അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ആംഗ്രി പേഷ്യൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ അവോയ്ഡ് ചെയ്യാല, അവരെ ലിസൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ദെൻ എന്താണെന്നുള്ള അല്ലെ മൂല കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തുക. പിന്നെ അവർക്ക് ശാന്തമായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യാനൊക്കെ ശ്രമിക്കുക. സീരിയസ് അല്ലെ, പിന്നെ നമ്മുടെ പ്രതികരണം എപ്പോഴും സീരിയസ്, അതായത് അവരെ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ പറയുന്ന ആശയവിനിമയത്തിലൂടെ തന്നെ അവർക്ക് അത് ഷെയർ ചെയ്യാനായിട്ടും കൃത്യമായിട്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്താനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ാണോ? നെക്സ്റ്റിലേക്ക് പോകാം. എന്താണ് ഇതിൽ പറയുന്നത്? വാട്ട് ക്യാൻ ഹോസ്പിറ്റൽസ് ഡു ടു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്? ഹോസ്പിറ്റലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഇത്തരത്തിലുള്ള ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിലെന്താ പറയുന്നത് നോക്കാം. എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ, ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം. അതായത് ഹോസ്പിറ്റലിൽ അല്ലെ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് പൊസിഷനിൽ അല്ലെങ്കിൽ മാനേജ്മെന്റ് തലത്തിലൊക്കെയാണ് അത് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ലെവൽ കേൾക്കുകയാണെങ്കിൽ ആദ്യം തന്നെ അല്ലെ വളരെ ശാന്തമായിട്ട് തന്നെയുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതായത് ഡീപ്പ് ബ്രീത്ത് ആൻഡ് ട്രൈ ടു റിമെയിൻ കാം അല്ലെ. എല്ലാം ഒറ്റയടിക്കൊക്കെ ചിലപ്പോൾ ഷൗട്ട് ചെയ്തൊക്കെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇടപെടാതെ എന്താണ് ശാന്തമായിട്ട് തന്നെ അതിലേക്ക് പോവുക അല്ലെ, ആദ്യം തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട്.
Then gather all the details about the patient's disease and treatment they provide to them. Okay, we patient-ന്റേതായ details എല്ലാം കളക്ട് ചെയ്യുന്നു അല്ലെ. പേഷ്യൻസ് എന്തുമായ ഡിസീസുമായാണ് വന്നത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് നൽകിയത്, അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യുക. Then spend quality time with the patient to detect reason behind their outburst. അതായത് അവര് കോപാകുലർ ആകാൻ കാരണം എന്താണെന്ന് അല്ലെ, അതിനെ കുറിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല മോസ്റ്റ് ടൈം ചിലപ്പോൾ അവരോടുകൂടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ആംഗ്രി പേഷ്യൻസ് ആണ്, പെട്ടെന്ന് തള്ളിക്കളഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു സമയം ചിലപ്പോൾ കുറച്ച് സമയം അവർക്ക് വേണ്ടി നീക്കി വെക്കേണ്ടതായിട്ട് വരും, അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കാൻ. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദിയർ ഇഷ്യൂ. ഓക്കെ, അവരുടെ എന്താണ് പ്രോബ്ലം അല്ലെ, അവർ പറയുന്ന കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുക, ഇങ്ങനെ വളരെ ശാന്തമായ രീതിയിൽ തന്നെ അത്തരത്തിലുള്ള പ്രോബ്ലത്തിന് പരിഹാരം കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അവോയ്ഡ് ഗിവിംഗ് അവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗൈൻസ്റ്റ് ട്രീറ്റ്സ്. എന്തെങ്കിലും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അവസരങ്ങൾ ചിലപ്പോൾ വാദപ്രതിവാദങ്ങൾ വരാം അല്ലെ. ആംഗ്രി പേഷ്യൻസ് വരുമ്പോഴാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്ന, നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും ചില കാര്യങ്ങളൊക്കെ അവർക്ക് അല്ലെ അത് ബാധിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും അവര് വാദപ്രതിവാദങ്ങളൊക്കെ വരുമ്പോൾ അത് ഒരുമാതിരി അവരോട് വഴങ്ങി കൊടുക്കാതെ തന്നെ എന്തായാലും പറഞ്ഞ് ഡിഫെൻഡ് ചെയ്ത് നിന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. അവോയ്ഡ് ഗിവിംഗ് അവേ എനി ആർഗ്യുമെന്റ്സ്. പരമാവധി വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കുക. അഗെയിൻസ്റ്റ് ട്രീറ്റ്സ് അല്ലെ. അങ്ങനെ വരുമ്പോഴെന്താണ് വലിയ പ്രോബ്ലംസ് ഒന്നും പ്രതികരിക്കുന്നതൊക്കെ അല്ലെ കുറച്ച് നമുക്ക് ഒഴിവാക്കി കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സാധിക്കും. പ്രൊട്ടക്ട് ലീഗലി ബൈ കെയർഫുള്ളി documenting clinical and administrative complaints. ക്ലിനിക്കൽ അല്ലെങ്കിൽ പരാതികളൊക്കെ ശ്രദ്ധപൂർവ്വം രേഖപ്പെടുത്തണം. ഇൻ കേസ് റോങ് ആയിട്ടല്ലേ കുറച്ച് കംപ്ലൈന്റ്സ് ഒക്കെ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ ആംഗ്രി പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡോക്യുമെന്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കെയർഫുൾ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ വീണ്ടും പ്രോബ്ലംസ് വരാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പരാതികളെല്ലാം രേഖാപൂർവ്വം ശ്രദ്ധാപൂർവം തന്നെ പരമാവധി പരീക്ഷിക്കണം അല്ലെ. ആ ഒരു രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. ആംഗ്രി പേഷ്യൻസിനെ എങ്ങനെ ഹോസ്പിറ്റലിൽ ഡീൽ ചെയ്യുന്നത് ഇതെന്നുള്ളതാണ് ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞത്. ഓക്കെ, അപ്പൊ തേർഡ് പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. മൊത്തത്തിൽ എവിടെയെങ്കിലൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ gather all the details about the patient's disease and treatment provided to them. ഒരു പേഷ്യന്റ് വരുന്ന ആംഗ്രി ഉണ്ടാക്കിയാണ് അല്ലെ. അപ്പോ ആംഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോപാകുലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. അപ്പൊ ഇവരെ കുറിച്ചിട്ട് ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ആദ്യം തന്നെ ഈ പേഷ്യന്റ് എന്തിന് വന്നു, എന്ത് ഡിസീസിനാണ് വന്നത്, അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുത്തത്, അതായത് അദ്ദേഹത്തിനെ കുറിച്ചിട്ടൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കണം. എന്നിട്ട് മാത്രമേ അവരുടെ കാര്യത്തിലേക്ക് ഇടപെടാൻ പാടുള്ളൂ അല്ലെ. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് എല്ലായ്പ്പോഴും നമുക്കറിയാം എന്തെങ്കിലും കാര്യങ്ങൾക്ക് അല്ലെ ട്രീറ്റ്മെന്റ് ബേസ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അതെന്താന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാന്നുള്ളത്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സ്വീകരിക്കുക. ക്ലിയർ ആയോ? Okay. കേളോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം.
നെക്സ്റ്റ് നോക്കാം. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. പേഷ്യന്റിന്റെ അനുഭവം അല്ലെ, അത് മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ഇനി എന്താ പറയാ, മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇൻ which they want to complete various tasks from catching up with the patients, understanding their concerns and providing the requirements. Okay. സാധാരണ രീതിയിൽ നമുക്കറിയാം, ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എങ്ങനെ നമ്മൾ കാണാറ്, ഒരുപാട് സമയം എടുക്കാറുണ്ടാവും. നമുക്കറിയാം നമ്മുടെ കയ്യിൽ കുറെ ക്യൂ ഒക്കെ ഉണ്ടാവും അല്ലേ, ഉണ്ടാവില്ലേ? ഡോക്ടറെ കാണാനായിട്ട് പോകുമ്പോ വലിയ തിരക്കുള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അല്ലെ, പൊതുവെ എന്താണ്, ഒരു ഡോക്ടറിന്റെ പുറകെ ക്യൂ ആയിട്ടുണ്ടാവും, നമ്മുടെ പുറകെ ഓരോരോ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ നമ്മള് ഡോക്ടറെ കാണുന്ന സമയത്ത് ഡോക്ടർ ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ജസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസുകളൊക്കെ പറയും. ഡോക്ടർ പെട്ടെന്ന് ആ സമയം കൊണ്ട്, ആ നിശ്ചിത സമയത്തിനുള്ളിലാണ് രോഗം നിർണയിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾക്കറിയാം കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജുകളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം മോണിറ്ററിംഗിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ നടത്തി എന്താണെന്നുള്ളത് കണ്ടെത്തും. അത് അല്ലാതെ നമ്മൾ ഔട്ട് പേഷ്യന്റ് ഒക്കെ ആയിട്ട് ജസ്റ്റ് ചെല്ലുമ്പോൾ ഡോക്ടർ എന്താണ് ജസ്റ്റ് നമ്മളെ കൺസിഡർ ചെയ്യുന്നു, നമ്മൾ പറയുന്ന ആശയങ്ങളൊക്കെ വെച്ചിട്ട് ആ നിശ്ചിത സമയത്തിനുള്ളിൽ അവർക്ക് രോഗം എന്താണെന്നും അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം ഇൻ വിച്ച് ദേ വാണ്ട് ടു complete various tasks from catching up with the patient, understanding their concerns and providing required treatment. Okay, മിക്കവാറും എല്ലാ ഡോക്ടേഴ്സും ഇങ്ങനെ തന്നെയാണ്, ഷോർട്ട് ടൈമിനുള്ളിൽ തന്നെ എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു, ദെൻ അവർക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. In such cases, it would be difficult for doctors to address all the problems of the patients. അപ്പൊ നമുക്കറിയാം നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് അല്ലെ. പകുതി കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ തോന്നാറുണ്ടോ? അങ്ങനെ അനുഭവപ്പെടാറുണ്ടോ? എന്താ ഇല്ല ഉണ്ട്. ഓക്കെ, ചിലപ്പോഴൊക്കെ ആണെങ്കിലും കുട്ടികളെ കൊണ്ട് പോകുമ്പോഴാണെങ്കിലും നമ്മൾക്ക് സെൽഫായിട്ടാണെങ്കിലും അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഡോക്ടേഴ്സിന് മുമ്പേ നിർത്തിയിട്ടുണ്ടാവില്ല. കാരണം കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ മറന്നു പോകും. ചിലപ്പോ ഡോക്ടേഴ്സ് അതിനിടയ്ക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് ലയിക്കും. അപ്പോഴെന്താണ് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യവും ഡോക്ടേഴ്സിന് മുമ്പിൽ നമുക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്കറിയാം ഒരു പെർഫെക്ഷൻ വരുന്നില്ല അല്ലെ, ഒരു പൂർണ്ണത വരുന്നില്ല. ഇൻ സച്ച് കേസസ് ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ ഡോക്ടേഴ്സ് ടു അഡ്രസ് ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ദ പേഷ്യൻസ്. ഡോക്ടേഴ്സിനാണെങ്കിലും എല്ലാ പ്രോബ്ലംസും പേഷ്യന്റിന്റേതായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് വിലയിരുത്താനായിട്ട് സാധിക്കില്ല. If do not negate answer for the specific queries like did we provide the desired care, did we give the right advice, it would be difficult for hospitals to improve the patient experience. അപ്പൊ ഡോക്ടർ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് ഈ സ്പെസിഫിക് കേസ് അത് കറക്റ്റ് ആയിട്ടാണോ കൃത്യമായിട്ടാണോ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഉപദേശം എനിക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ. ഡോക്ടറുടെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ വരുന്നുണ്ട്. കാരണം പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് തന്നെ, നിശ്ചിത സമയത്തിനുള്ളിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പേഷ്യന്റിന് ഉണ്ടാകുന്ന അതേ അനുഭവം തന്നെ ഡോക്ടറിനുണ്ട്. ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത്, ഓക്കെ നമ്മൾ വിചാരിച്ച ഡിസൈഡ് ആയിട്ടുള്ള കാര്യം തന്നെയാണോ, ശുശ്രൂഷ തന്നെയാണോ വേണ്ടത്, അല്ലെങ്കിൽ കൃത്യമായി തന്നെ അഡ്വൈസ് ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസും ഡോക്ടേഴ്സിന്റെ ഉള്ളിലും വരുന്നുണ്ട്. ഇറ്റ് വുഡ് ബി ഡിഫിക്കൽട്ട് ഫോർ എ ഹോസ്പിറ്റൽ ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം അതൊരു ഡിഫിക്കൽട്ട് തന്നെയാണ് അല്ലെ. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നല്ലൊരു സാറ്റിസ്ഫൈഡ് പേഷ്യന്റിനെ ചികിത്സിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു നല്ലൊരു അനുഭവം കിട്ടാനായിട്ട് സാധിക്കുന്നില്ല. One of the best ways to improve it is by engaging with the patients and addressing their problems actually after every interaction. Okay, അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കണേന്ന് പറയുന്നത്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡോക്ടറായിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ ആ ഡോക്ടറും അല്ലെ ആ ഒരു പേഷ്യന്റിന് തമ്മിലൊരു അവൈവിധ്യമായിട്ടുള്ള ബന്ധമുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് അവരുടെ ഡീറ്റെയിൽസുകളൊക്കെ പറയുന്നു. അപ്പൊ ഡോക്ടേഴ്സും അല്ലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ വ്യക്തിയായിട്ടൊരു ഡിസ്കഷനിലേക്ക് വരുന്നു. ഞാൻ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ വൺ ഓഫ് ദ ബെസ്റ്റ് വേ ടു ഇംപ്രൂവ് ഇറ്റ് ഈസ് ബൈ എൻഗേജിങ് വിത്ത് ദ പേഷ്യൻസ് ആൻഡ് അഡ്രസ്സിംഗ് ദർ പ്രോബ്ലംസ് കറക്റ്റ്ലി ആഫ്റ്റർ എവറി ഇന്ററാക്ഷൻ അല്ലെ. അപ്പൊ ഓരോ ഇന്ററാക്ഷൻ നടത്തുമ്പോഴും ഇവർക്ക് ഒരു പേഷ്യന്റുമായിട്ട് അഡ്രസ് ചെയ്യാൻ അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ പറയാ എന്താണ്, കണ്ട ഡോക്ടറിന്റെ അടുത്ത് തന്നെ വീണ്ടും ട്രീറ്റ്മെന്റിന് പോകും. കാരണം അവര് എന്താണ് നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടൊരു അവയർനെസ് ഉണ്ടാവും അല്ലെ. ഡോക്ടേഴ്സിന് അത്യാവശ്യം അറിവുണ്ടാവും. അപ്പൊ ഈ രോഗിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഒരു അല്ലെ ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ഇതാണ് ഇതിനൊരു ചെറിയൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ഷൻ നടത്തുക എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആണോ? നമുക്ക് നോക്കാം. ദ പേഷ്യന്റ് എക്സ്പീരിയൻസ് പിരിമേഡ് പറയുന്നുണ്ട്, അനുഭവത്തിൻ്റെതായിട്ടുള്ള പിരിമേഡ്. എന്താ പറയുന്നത്? പേഷ്യൻസ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് സെൻട്രിക് സർവീസസ്, അതായത് അവർക്ക് സെൻട്രലി അവർക്ക് കൊടുക്കുന്ന സർവീസ്. വാട്ട് വാല്യൂ ദാറ്റ് പ്രാക്ടീസ് ഡെലിവേഴ്സ് ടു ഇറ്റ്സ് പേഷ്യൻസ് അല്ലെ. രോഗികൾക്ക് ഈ പ്രാക്ടീസിൽ എന്ത് മൂല്യമാണ് കൊടുത്തിരിക്കുന്നത്, സെൻട്രൽ ആയിട്ട് എന്ത് മൂല്യം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അവരെ ഒരു കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം വിളിച്ചത് സമയം എടുത്തിട്ടാണ് കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഓപ്പൺ ചെയ്യാൻ അല്ലെ, പേഷ്യൻസിന് ഓപ്പൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സമയക്രമമുണ്ട്. രോഗികൾക്ക് ഈ പ്രാക്ടീസിൽ നിന്ന് എന്ത് മൂല്യം അല്ലെ, എന്ത് മൂല്യം അവർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു പിരിമേഡാണ്. ഞാൻ പേഷ്യന്റ് ജേർണി, പേഷ്യന്റ് എക്സ്പീരിയൻസ്, അതായത് പേഷ്യന്റിനോടൊപ്പം ഉള്ള ഒരു യാത്ര അല്ലെ. ഹൗ ദ പ്രാക്ടീസ് എൻഗേജ് വിത്ത് ഇറ്റ്സ് പേഷ്യന്റ്. രോഗികൾക്ക് ഈ പ്രാക്ടീസിൽ എങ്ങനെ ഇടപെടുത്താനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇന്ററാക്ഷൻ നടത്താനായിട്ട് പറ്റുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു അനുഭവം അല്ലെ, ആരോഗ്യമായിട്ട് നല്ലൊരു അനുഭവം ഉണ്ടാവോ? ഇതിന്റെ ടേബിൾസ് അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് ടൈമില് അതായത് നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം. കാരണം നമ്മള് എന്താണ് പൊതുവെ ഇതിന്റെ പിരിമെൻസ് ഇതിലെല്ലാത്തിലും ഇങ്ങനെ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട്. അപ്പോ അതുമായി ബന്ധപ്പെട്ടൊരു ഇതും കൂടി നോക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് എവാലുവേറ്റ് ചെയ്തിട്ട് അതും കൂടി ഉൾപ്പെടുത്തണോ വേണ്ടതെന്നും കൂടി അറിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ടെങ്കിൽ പൊതുവെ കാണാറില്ല മോക്ക് ടെസ്റ്റ് ആയതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ തന്നെ പിക്ചേഴ്സ് കോളംസ് ഒക്കെ ഉൾപ്പെടുത്തിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അല്ലെ അത് മനസ്സിലാക്കിയിട്ട് വേണം. അത് മോക്ക് ടെസ്റ്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പൊ തൽക്കാലത്തേക്ക്. ഓക്കെ, അത് ഒന്നും കൂടി കൺഫേം ചെയ്തിട്ട്. ഓക്കെ, മിക്കവാറും ഇതിലെ സ്റ്റെപ്പുകളും ടേബിളുകളും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് പഠിക്കാനും എനിക്ക് തോന്നുന്നു എളുപ്പമാണ് അല്ലെ. മറ്റേതുകൾ കുറെ വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, എന്താണ് നമ്മളിപ്പോ എന്താണ് ജസ്റ്റ് മനസ്സിലാക്കി. ആ പിരിമേഡിലെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. പേഷ്യൻസ് എക്സ്പീരിയൻസ് പിരിമേഡ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഹോസ്പിറ്റലുകാരൊക്കെ എങ്ങനെ പേഷ്യന്റിന്റെ ഈ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എങ്ങനെ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും, മെച്ചപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ എസ്റ്റാബ്ലിഷ്, നിങ്ങൾക്ക് വായിക്കാൻ സമയം തരാം. ഫസ്റ്റ് വൺ എന്താണ്? എസ്റ്റാബ്ലിഷ് എ സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ information system to start streamline a hospital process, patient registration, appointment scheduling, generating bills, publishing lab test reports, setting up reminders, etc. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും സെൻട്രലൈസ്ഡ് ആയിട്ട് അല്ലെ, നമ്മളിപ്പോ സാധാരണ രീതിയിൽ ഒരു
ഒരു സെൻട്രലൈസേഷൻ ഉണ്ടാകുക തീർച്ചയായിട്ടും സിസ്റ്റം അല്ലെ നമ്മളിപ്പോ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ഇൻഫോർമേഷൻസിന്റെ സിസ്റ്റത്തിന്റെ സെൻട്രലൈസേഷനോട് കൂടിയിട്ട് കൈകാര്യം ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അല്ലെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് റെഫർ ചെയ്യണമെങ്കിൽ എന്തിനെ കുറിച്ചിട്ടും അറിയണമെങ്കിലൊക്കെ എന്താണ് വലിയ തടസ്സമില്ലാതെ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതാണ് പറയുന്നത് ഒരു കേന്ദ്രീകൃത ആശുപത്രി വിവര സംവിധാനം സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിച്ചിട്ടാണെങ്കിൽ ഒരു കേന്ദ്രീകൃത ഇൻഫോർമേഷൻ സ്റ്റാറ്റിക് അല്ലെ ആ ഒരു സിസ്റ്റം സ്ഥാപിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അതായത് എന്താണ് പേഷ്യന്റിന്റെ രജിസ്ട്രേഷൻ, അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂള്, ജനറേറ്റിംഗ് ബില്ല്, പബ്ലിഷിംഗ് ലാബ് ടെസ്റ്റ് റിപ്പോർട്ട്സ്, സിറ്റിംഗ് അപ്പ്, റിമൈൻഡേഴ്സ് എക്സെട്ര അല്ലെ. അപ്പൊ എന്താണ് എല്ലാം ആ രോഗിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോയിന്റ്മെന്റ് തുടങ്ങി എല്ലാത്തിന്റെ ബില്ലുകളും റിസൾട്ടുകളും എല്ലാം തന്നെ അതിൽ അപ്ഡേറ്റ് ആയിട്ട് തന്നെ കൈകാര്യം ചെയ്യും. അപ്പൊ ഇവാലുവേറ്റ് ചെയ്യാൻ അല്ലെ ഒരു ഇന്ററാക്ഷൻ നടത്താനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലൊക്കെ എളുപ്പം നമുക്ക് നോക്കാം. ഈ കേസ് ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും അതിന് മുമ്പ് ടെസ്റ്റ് ചെയ്തതിനും എന്തെങ്കിലുമൊക്കെ അല്ലെ ട്രീറ്റ്മെന്റിന്റെ പുരോഗതി എത്രത്തോളം വന്നെന്നൊക്കെ ഇവാലുവേറ്റ് ചെയ്യാനെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് സാധിക്കും അല്ലെ, ഒന്നിച്ച് ആണ് കൈകാര്യം ചെയ്യാനെങ്കിൽ. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ ഫസ്റ്റ് പോയിന്റ്? ഓക്കെ ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. അതായത് ഓരോ പേഷ്യന്റിനെ വ്യക്തിപരമായിട്ട് തന്നെ കെയർ കൊടുക്കുന്നുണ്ട് അല്ലെ. അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ അവർക്ക് എന്താണ് തീർച്ചയായിട്ടും നല്ലൊരു അല്ലെ നല്ലൊരു മൈൻഡിലാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അനുഭവമായിരിക്കും. റീഡ് ഔട്ട് ഓഫ് പേഷ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദ ഓൺ ഡിഫറെന്റ് ചാനൽസ്. അവരെയൊക്കെ ഓരോ കാര്യങ്ങൾ അല്ലെ അവരുടെ ആശയങ്ങളെല്ലാം തന്നെ ഒന്നിലെ പേഷ്യൻസിനെയൊക്കെ വായിച്ച് മനസ്സിലാക്കി കേൾപ്പിക്കുക. then എന്താണ് അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലൊക്കെ വഴി നമ്മൾക്ക് വ്യക്തമായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അല്ലെ ഒരു പ്രധാനമായിട്ടുള്ള രീതികൾ നമുക്കറിയാം. ഏതൊരു ഹോസ്പിറ്റലിന്റെയും ഒരു ഇതുണ്ടാവും അല്ലെ, അതിൻ്റെതായിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും, പ്രോട്ടോകോൾ ഉണ്ടാവും. അപ്പൊ അതെല്ലാം ഒന്ന് ക്ലിയർ അപ്പ് ചെയ്യുക. കണ്ടക്ട് പേഷ്യന്റ് സർവീസ് ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. അതേമാതിരി തന്നെ നല്ല മൂല്യമുള്ള ഫീഡ്ബാക്കുകളെല്ലാം സർവേ നടത്തിയൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആരുടെ പേഷ്യൻസിന്റെ. അപ്പൊ കൃത്യമായിട്ട് തന്നെ അവർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അവർ പേഷ്യൻസ് പ്രിസീവ് ദ ക്വാളിറ്റി ഓഫ് എ കെയർ ഹ്യൂമൻ. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇവര് നൽകുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ നൽകുന്ന കെയർ അത് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് അത് എങ്ങനെയാല്ലേ ഓരോ പേഷ്യൻസും എങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവർ ധരിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡിസ്കസ് ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷർ. അതായത് പങ്കാളികളുമായിട്ട് തന്നെ പരസ്പരം ചർച്ചയൊക്കെ നടത്താം അല്ലെ, ഇംപ്ലിമെന്റ്. അതിനുശേഷം കാര്യങ്ങളൊക്കെ എന്താണ് ഗുണമേന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നടപ്പാക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി മെഷേഴ്സ്. ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പേഷ്യൻസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല എക്സ്പീരിയൻസ് കിട്ടില്ലേ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു ഹോസ്പിറ്റലൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന പല അല്ലെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെ അവരുമായിട്ട് പരസ്പരം ഡിസ്കസ് ചെയ്യുക. നല്ല ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട മെഷർമെന്റ് ഒക്കെ നടത്തി എന്തൊക്കെ നടപ്പാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വരുമ്പോൾ നല്ല അനുഭവങ്ങള് പേഷ്യൻസിന് ഉളവാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാം.
ആവശ്യം നോക്കിയായിരുന്നോ? ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് വരുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. നിങ്ങള് എന്തായാലും ഞാൻ എടുത്തോടത്തോളം വരെ ജസ്റ്റ് ഒന്ന് നോക്കിയേരെ. പക്ഷേ അങ്ങനത്തെ ചാപ്റ്ററിൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. എങ്കിലും കേസ് വന്നാൽ പരമാവധി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. കാരണം ലാസ്റ്റ് ചാപ്റ്റർ എല്ലാ ടീച്ചേഴ്സിനും ഓരോ ചാപ്റ്റേഴ്സ് എടുക്കാനുണ്ട് അല്ലെ? മോഡൽ എക്സാമില് പൊതുവെ ചാപ്റ്റേഴ്സ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് ലാസ്റ്റ് പോർഷൻസിലെ ചാപ്റ്റേഴ്സ് ഇത് ഒഴിവാക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എല്ലാവരെയും ഇല്ല കേട്ടോ, ചില ചാപ്റ്റേഴ്സിന്റെ ഒക്കെ ഉണ്ട്. നിഷാംസിന്റെ ഒക്കെ ചാപ്റ്റർ എടുത്തോടത്തോളം വരെ എന്തായാലും കാണാം. ഓക്കെ, നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻസ് കിട്ടും ഏതൊക്കെ ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്, അതുവരെയാണ് പഠിക്കേണ്ടതെന്നുള്ള വ്യക്തമായ ഇൻഫോർമേഷൻ തന്നിട്ടാണ് നടത്തും. ഓക്കെ, അപ്പൊ നമ്മൾ എടുത്തോടത്തോളം വരെയുള്ള വായിച്ചു നോക്കിയായിരുന്നോ? എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അതൊക്കെ ഞാൻ ഈ ടേബിൾ ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ടേബിളും കൂടി ഒന്ന് ഫൈനലൈസേഷൻ കിട്ടാനുണ്ടായിരുന്നു. പൊതുവെ എന്തായാലും ഈ ചാപ്റ്റർ അതിൽ കാണില്ല. നിങ്ങൾക്ക് എന്തായാലും ഇൻഫോർമേഷൻ തരും. ഇൻ കേസ് എന്തായാലും ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാവും. എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്തോ? മെയിൻ എക്സാം ഒക്കെ നിങ്ങളെ അറിയിക്കും. എക്സാം ഡേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ? 15th. ഓക്കെ, 15th മുമ്പ് നമുക്ക് ഇനിയും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ ഞാനത് കൺഫേം ചെയ്തിട്ട് പറയാം. ഓക്കെ ഓക്കെ, ചാപ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലെയും പോയിന്റ്സുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോയിട്ടില്ലേ? ഈ ഒരു ചാപ്റ്റർ മാത്രമേ അല്ലേ ഉള്ളൂ നോട്ട് ചെയ്യാത്തത്? ഓക്കെ, ഈ ചാപ്റ്റർ ഇല്ല. നിങ്ങള് സമാധാനമായിട്ടിരുന്നു. ഞാനതാ പറഞ്ഞത്, എല്ലാവരുടെയും ലാസ്റ്റ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് അവോയ്ഡ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എനിക്ക് എക്സാം ഒക്കെ കൃത്യമായിട്ട് തന്നെ എനിക്ക് ഇൻഫോം ചെയ്യും. എന്തായാലും ആ ഡേറ്റും എന്തോരോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഇൻഫോർമേഷൻ കൃത്യമായിട്ട് തന്നെ വരും. ഓക്കെ, എന്തായാലും പഠിപ്പിക്കാത്ത പോർഷൻസിൽ നിന്നൊന്നും ഉണ്ടാവില്ല. പൊതുവെ ഞാൻ നോട്ട് ചെയ്ത് പോവാറുണ്ട് എക്സാമിന് വരുന്ന ഭാഗങ്ങളൊക്കെ. ഈ ചാപ്റ്ററിന്റെ മാത്രമാണ് അവോയ്ഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ചാപ്റ്ററിന്റെ എനിക്ക് തോന്നുന്നു ഇനിയും ക്ലാസ്സുകൾ കിട്ടുള്ളൂ. പിന്നെ ഈ ടേബിളിന്റെ ആ ഒരു കൺഫർമേഷൻ നടത്തിയിട്ട് ഒന്നിച്ച് മാർക്ക് ചെയ്യാന്ന് ഓർത്തിട്ടാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. എന്താണ് to improve patient retention എന്ന് പറയുമ്പോൾ it's a more cost effective to withhold all the patients than to get new patients. അപ്പൊ പൊതുവെ നമുക്കറിയാം എന്താണ് ഹോസ്പിറ്റലിൽ നമ്മള് അല്ലെ, ഹോസ്പിറ്റലിൽ നന്നായിട്ട് തന്നെ മൂവ് ചെയ്ത് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പേഷ്യൻസ് അല്ല. ഓക്കെ, റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ രോഗികളെ നിലനിർത്തുക അല്ലെ. ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ, നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട മെച്ചപ്പെടുത്തലുകൾ. ഓക്കെ, അത് രോഗികളെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണം അല്ലെ. ഓരോ ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്കറിയാം അവിടെ രോഗികളെ വേണം അല്ലെ, രോഗികളെ നിലനിർത്തിക്കൊണ്ട് പോകണം. എങ്കിൽ മാത്രമല്ല അതേ ആ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ബിസിനസ് ബാങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് ഓക്കെയാണ്.
പേഷ്യൻസ് നമുക്കറിയാം വന്നു കഴിഞ്ഞിട്ട് അവർക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ല എങ്കിൽ പിന്നീട് അവര് വീണ്ടും ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരാനായിട്ട് ശ്രമിക്കുകയില്ല. നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വേറൊരു കാര്യം കൂടിയുണ്ട്, അവര് അല്ലെ നെയ്ബേഴ്സിനോടും എല്ലാവരോടൊക്കെ ഡിസ്കസ് ചെയ്ത് അവരെ കൂടി വരാനൊക്കെ ആയിട്ട് റെക്കമെൻഡ് ചെയ്യും അല്ലെ, അങ്ങനെയല്ലേ? അപ്പോ അതുമായി ബന്ധപ്പെട്ട് അല്ലെ പേഷ്യൻസിന്റെ റിട്ടൻഷൻ എന്ന് വെച്ചാൽ രോഗികളുടെ നിലനിർത്തൽ മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യം. To withhold old patients, then to get new patients. നമുക്ക് എന്താണ് പുതിയ പേഷ്യൻസ് വരിക എന്നുള്ളത് അവരുടെ പേഷ്യൻസിനെ നിലനിർത്തുന്നതിനേക്കാളും ചെലവ് കുറഞ്ഞ ഒരു കാര്യമാണ് പുതിയ പേഷ്യൻസ് വരിക. നമുക്കറിയാം പുതിയ പേഷ്യൻസ് വരുമ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. റിട്ടേണിംഗ് എന്താണ് ഇവിടെ പറയുന്നത്? പേഷ്യന്റ് വിൽ റിസൾട്ട് ഇൻ എ ഗ്രേറ്റർ ROI, അതായത് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ആൻഡ് ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് നല്ല രീതിയിൽ നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണ് അവർ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് അവർക്ക് മൂല്യം ലഭിച്ചു അല്ലെ. അങ്ങനെയുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ടായിരിക്കും അവര് പോകുന്നത്. ദേ വിൽ കീപ് കമ്മിങ് ബാക്ക് ടു എന്താണ് ഔട്ട് പേഷ്യന്റ് അല്ലെ. ഇൻ കേസ് അവരുടെ ആ ഒരു സർവീസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ അവര് ഹാപ്പി ആയിട്ടാ പോണത് ഫോർ സർവീസ് ആൻഡ് ഈവൻ സജസ്റ്റ് ദ ഹോസ്പിറ്റൽ ടു ദിയർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്. അവരെന്ത് ചെയ്യും? മറ്റുള്ളവരെ കൂടി അറിയിക്കും. നല്ല ബെസ്റ്റ് പ്രാക്ടീസ് ആണ് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ കൂടി അറിയിക്കും. അപ്പാർട്ട് ഫ്രം പ്രൊവൈഡിങ് ക്വാളിറ്റി കെയർ, എംപ്ലോയ് സം ഓഫ് ദ ബെസ്റ്റ് പേഷ്യന്റ് പ്രൊക്യൂർമെന്റ് സ്ട്രാറ്റജീസ് ടു മേക്ക് ദ പേഷ്യൻസ് ഫീൽ വർത്ത്. അപ്പൊ നമ്മൾ എന്താണ് ആ പേഷ്യന്റിന്റെ ഫീല് അത് നല്ല രീതിയിൽ ആക്കാനായിട്ടുള്ള നടപടികളാണ് എപ്പോഴും സ്വീകരിക്കേണ്ടത് അല്ലെ. പേഷ്യന്റ് ഓക്കെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരും വീണ്ടും വരാനായിട്ട് ശ്രമിക്കും. മറ്റൊരാളെ കൂടി അറിയിച്ച് അവരെ കൂടി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും അവരുടെ ആവശ്യങ്ങൾ അല്ലെ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ അത് ബെസ്റ്റ് എന്താണോ അത് മനസ്സിലാക്കിയിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട്. Then implementing patient retention strategies to improve patient experience. നമുക്കറിയാം നല്ല പേഷ്യന്റിന്റെ എക്സ്പീരിയൻസുകളാണ് പേഷ്യന്റ് വിട്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രപരമായ കാര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്? റിറ്റെയിനിങ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ് വെൻ ബാക്ക് ക്ലോസ്ഡ് പേഷ്യൻസ്. അതായത് അവര് വിജയിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഇൻ കേസ് ചിലപ്പോ നല്ലതല്ല എങ്കിൽ എന്താണ് അവര് അവിടുന്ന് വിട്ടുപോകും അല്ലെ. അപ്പൊ നമ്മൾ നിലനിർത്തുന്നതോടൊപ്പം തന്നെ എന്താണ് അവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടും ശ്രമിക്കണം. വീണ്ടും എന്തെങ്കിലും വയ്യായ്ക വരുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. കണ്ടന്റ് പേഷ്യന്റ് ഫീഡ്ബാക്ക് സർവീസ്, ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. നമുക്ക് ഇൻ കേസ് അവരുടെ ഫീഡ്ബാക്കുകളൊക്കെ ചോദിച്ചറിഞ്ഞ അല്ലെ സർവേകളൊക്കെ നടത്തി ഫീഡ്ബാക്കുകൾ ചോദിച്ചറിയാം. ആസ്ക് പേഷ്യൻസ് വൈ ദേ ലെഫ്റ്റ്. ഇൻ കേസ് വിട്ടുപോവുകയാണെങ്കിൽ എന്താണ് അവരുടെ എന്തുകൊണ്ടാണ് ഇത് വിട്ടുപോകണേ എന്നുള്ളത് ചോദിച്ചറിയുക. ദെൻ ബിൽഡ് സോഷ്യൽ കമ്മ്യൂണിറ്റി. നമുക്കറിയാം എന്താണ് പൊതുജന അല്ലെ സമൂഹത്തില് നല്ലൊരു ബിൽഡപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ഇൻസെന്റീവ്സ് റിട്ടേൺ അല്ലെ അവര് കൊടുക്കുന്ന, അതായത് നമ്മൾ ഇറക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രതിഫലം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത്. റിവാർഡ് പേഷ്യന്റ് ലോയൽറ്റി, അവരുടെ വിശ്വസ്തതയ്ക്ക് അല്ലെ പേഷ്യന്റിന്റെ വിശ്വസ്തതയ്ക്കൊക്കെ അംഗീകാരം കൊടുക്കുക. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫ്. ഓക്കെ, നമ്മള് ചികിത്സിച്ചാലേ പേഷ്യന്റിന്റെ അംഗീകാരം കൊടുക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ചില രോഗികളൊക്കെ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് അവർക്ക് നല്ല മാറ്റങ്ങൾ സംഭവിച്ചു ഇത്ര ടൈമിനുള്ളിലൊക്കെ രോഗം മാറി അല്ലെ. പ്രൊവൈഡ് സോഷ്യൽ പ്രൂഫും കൂടി അങ്ങനെ ലഭ്യമാക്കുക. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴൊക്കെയാണ് പേഷ്യൻസ് ഹോസ്പിറ്റലിലേക്ക് വരികയുള്ളൂ അല്ലെ. അവിടെ പോയ ചികിത്സിച്ച ഭേദമാകുന്നുണ്ടെന്നുള്ളത് 1-2 പേർക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് അവിടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണോ? വീണ്ടും എങ്ങനെ തന്നെയാ നോക്കാം. ലിസൺ ടു ദ വോയിസ് ഓഫ് എ പേഷ്യൻസ്, എന്താണ് റിസോൾവ് ഇഷ്യൂസ് ഓഫ് എ പേഷ്യൻസ്. അതായത് അവരുടെ പേഷ്യൻസിന്റെ ശബ്ദങ്ങൾ അല്ലെ അവര് എന്താണോ അതൊക്കെ നമ്മൾ പറഞ്ഞു. ചില കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പറയുമ്പോൾ അത് നെവർ മൈൻഡ് ആയിട്ട് ഇടാതെ എന്താണ് അവരെ ലിസൺ ചെയ്യുക അല്ലെ. അവരെ ശ്രദ്ധാപൂർവം കേൾക്കാൻ ശ്രമിക്കുക. റിസോൾവ് ഇഷ്യൂസ് ഓഫ് പേഷ്യൻസ്, ഇങ്ങനെ വരുന്ന പ്രോബ്ലംസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആവും.
തീർച്ചയായിട്ടും അവർ വീണ്ടും എന്തെങ്കിലും ഇതുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും വരും. മൂന്നാമത് അവരോടൊക്കെ പറഞ്ഞ് അല്ലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ലതാണെന്നുള്ള കാര്യം പറയാനായിട്ടും അവരോടുള്ള ഒരു അവസരം തന്നെയാണ്. കേണോ? ഇൻസെന്റീവ്സ് കൊടുക്കുക. ഇൻസെന്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ അത് ഒരു പുഷ്പാക്ക് അല്ലെ അവർക്ക് കൂടി പ്രചോദനം കൊടുക്കുക. ഇതിന്റെ മീനിങ് ആണോ ചോദിച്ചത്? അതായത് നമ്മള് ഇറക്കിയ അല്ലെ റിട്ടേൺ നമുക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്താണ് കൂടുതൽ ഒരു പ്രചോദനം കിട്ടുകയാണ്. ഇൻസെന്റീവ്സ് അല്ലെ നമ്മളിപ്പോ ഇടയ്ക്കിനേക്കാൾ കൂടുതൽ നമുക്ക് നേട്ടം കിട്ടാനായിട്ട് സാധിക്കും. ഇവരുടെ സോഷ്യൽ കമ്മ്യൂണിറ്റി നമുക്കറിയാം കുറെ അല്ലെ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്ഥാപനമാണെങ്കിൽ നമ്മൾ കുറെ ഇൻഡസ്ട്രീനേക്കാൾ കൂടുതൽ നമുക്ക് നേട്ടം നേടിയെടുക്കാൻ സാധിക്കും അല്ലേ. അതേസമയം ഇപ്പൊ ഒരു സ്ഥാപനത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറെ ഫണ്ട് ഇറക്കിയിട്ട് നമുക്ക് അതിൽ നിന്ന് റിട്ടേൺ നേടാം. അതോടൊപ്പം തന്നെയാണ് മറ്റുള്ളവരുടെ ഇടയിൽ നല്ല എക്സ്പീരിയൻസ് ആണ്, നല്ല ഒരു അനുഭവമാണെന്ന് പറയുമ്പോഴും കിട്ടുന്ന നേട്ടം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? വെച്ച് നോക്കാം.
ഓക്കെ, ഞാൻ കുറച്ച് ക്ലാസ് എടുത്ത് തുടങ്ങിയായിരുന്നു. പക്ഷെ നിങ്ങളുടെ റെസ്പോണ്ട് ഇല്ലാഞ്ഞ കാരണം കൊണ്ട് ഞാൻ ഇങ്ങനെ എന്താണോ റെസ്പോണ്ട് ചെയ്യാത്തേന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് ഞാൻ ഓണാക്കിയിട്ടില്ല വീഡിയോ ഓഡിയോ ചെറിയതായിട്ടൊന്ന് അല്ലേ നമ്മൾ ഇത്തിരി നേരം ബ്രേക്ക് ചെയ്ത് പോയായിരുന്നു. പക്ഷെ ഞാൻ ക്ലാസ് എടുത്ത് പോയിട്ട് റെസ്പോണ്ട് വരാണ്ടായപ്പോഴാണ് ഞാൻ നോക്കിയത്. അതായത് നെക്സ്റ്റ് ഒരു ഭാഗം കൂടി നമുക്ക് ക്ലാസ് എടുക്കാം. But can hospital do to upgrade a patient retention? ക്ലാസ് എടുക്കാലോ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ അതില് നോക്കാം എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ഈ കണ്ട പോയിന്റ്സ്. ഹോസ്പിറ്റലിൽ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നേടാനായിട്ട് സാധിക്കുക, എന്താണ് കൈകാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, ജനറേറ്റ് എ കംഫർട്ടബിൾ ആൻഡ് ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഇൻ ദ ഹോസ്പിറ്റൽ. അതായത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവൈറ്റിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് ഒക്കെ വരും അല്ലെ. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ചെറിയ അല്ലെ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ നല്ല സേവനമാണ് ലഭ്യമാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടേക്ക് ഒരുപാട് പേഷ്യൻസ് കടന്നു വരും ഉണ്ടാവില്ലേ? വലിയ കുഴപ്പമില്ലാത്ത ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ് നമ്മൾ ഈടാക്കണേ എന്നൊക്കെ പറഞ്ഞ അല്ലെ. അപ്പൊ നമുക്കറിയാം ചില ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നല്ല ട്രീറ്റ്മെന്റ് തരും, പക്ഷെ അതിനേക്കാൾ അപ്പുറം ഭയങ്കര കോസ്റ്റ്ലിയും ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റിന് പോകാനായിട്ട് താങ്ങാനായിട്ട് സാധിക്കില്ല അല്ലെ. അവരെ ഫിനാൻഷ്യൽ സൗണ്ട് അത്രയും ചിലപ്പോൾ ബെറ്റർ ആവണമെന്നില്ല. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള രീതി അവരെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പേഷ്യൻസ് വരാൻ സാധ്യതയുണ്ട്. then എന്താണ് ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ഇൻ അഡ്വൈസ് അബൌട്ട് ദ ട്രീറ്റ്മെന്റ് പ്രൊസീജിയർ. അതായത് നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അല്ലെ, നല്ല നടപടിക്രമങ്ങളൊക്കെ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് കൊടുക്കുന്ന അഡ്വൈസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളാണെങ്കിലും അല്ലെ, ട്രീറ്റ്മെന്റ് ആണെങ്കിലും നൽകുന്ന ഉപദേശങ്ങളൊക്കെ ആണെങ്കിലും നല്ലതാണ് അല്ലെ. നല്ല ഭക്ഷണം, ഇന്ന ഭക്ഷണങ്ങൾ കഴിക്കണം അല്ലെങ്കിൽ ഇത് ഉപേക്ഷിക്കണം, അങ്ങനെയൊക്കെയുള്ള നല്ല ഉപദേശങ്ങളാണെങ്കിലും അത് അസുഖത്തിനെ എത്രയും പെട്ടെന്ന് മാറ്റുന്ന തരത്തിലൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും പേഷ്യൻസ് അവിടെ വരാൻ തന്നെയായിട്ട് അല്ലെ ശ്രമിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, പേഷ്യൻസ് എക്സ്പെക്ടേഷൻസ് ആൻഡ് പ്രൊവൈഡ് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ്. അതായത് നമ്മളെപ്പോഴും അല്ലെ നല്ലൊരു പേഷ്യന്റ് പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് ഒക്കെയാണ് അവിടെ ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് പേഷ്യൻസ് വിട്ടുപോകാൻ സാധ്യതയില്ല. ഒപ്പം തന്നെ വീണ്ടും പേഷ്യൻസുകൾ വരാനും സാധ്യതയുണ്ട്. കണ്ടക്ട് ഫോളോ അപ്പ് സർവീസ് ആഫ്റ്റർ ദിസ് വിസിറ്റ് അല്ലെ. വിസിറ്റ് ചെയ്ത് പോയതിനു ശേഷമാണെങ്കിലും ഫോളോ അപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ, നമ്മള് ചിലപ്പോഴൊക്കെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ അല്ലെ ഒരു 3 month കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിലും ചിലപ്പോഴെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ച് അല്ലെ അങ്ങനെയൊക്കെ ഒരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ കൂടിയും തീർച്ചയായിട്ടും ഈ ഹോസ്പിറ്റലിൽ വിട്ടുപോവാതിരിക്കാനായിട്ട് ഓരോ പേഷ്യൻസ് ശ്രമിക്കും. then instruct and inform the patients. എപ്പോഴും എന്താണ് അവരെ അറിയിക്കുക അല്ലെ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എപ്പോഴും പേഷ്യന്റുമായിട്ട് കൈകാര്യം ചെയ്ത് അവരെ എപ്പോഴും അറിയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് പേഷ്യന്റും ആ ഹോസ്പിറ്റലുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നു അല്ലെ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവിടെ തന്നെ പോകാനായിട്ടുള്ള ഒരു മൈൻഡ് ഓരോ പേഷ്യന്റും ക്രിയേറ്റ് ചെയ്യുന്നു, മറ്റുള്ളവരെയും കൂടി അതിലേക്ക് കൊണ്ടുപോകാനായിട്ട് ശ്രമിപ്പിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ഫ്രൈഡേ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് അല്ലേ. ഫ്രൈഡേ ഞാൻ എന്തായാലും ഓക്കെ. ഒന്നാമതായിട്ട് ലാസ്റ്റ് പോർഷൻ ആവുമ്പോൾ എടുത്ത് തീരാതെ ആവുമ്പോഴുള്ള ഒരു ഇതുകളുണ്ട്. അപ്പൊ നിങ്ങള് മാർക്ക് ചെയ്തുകൊണ്ടിരിച്ചും സമയം കളഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വെച്ചിട്ടാണ്. അത് മറ്റെല്ലാ ടേബിളും കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാനുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ക്ലാസ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ പെൻഡിങ് എന്താണ് നോട്ട് ചെയ്യേണ്ട പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. ബാക്കി ബാലൻസ് നമുക്ക് എടുക്കാം. എന്തായാലും ഒരു 2-3 ക്ലാസ്സും കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റുമായിരിക്കും അല്ലേ. ഓക്കെ, റിവൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും റിവിഷൻ നമുക്ക് നടത്താം. ഓക്കെ, ഇപ്പൊ വായിച്ചിട്ട് വരിക. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് കാണാം. താങ്ക് യു.